ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നലത്തെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിട്ടോ. വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാനും മറക്കരുത്, ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമ്മളിതാ മസർക്ക് ശേഷമാണ് കേട്ടോ അടുക്കളയൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നേരത്തെ വരുള്ളൂ കേട്ടോ. നേരത്തെ തന്നെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ രാവിലെ പരത്തിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പത്തിരി അങ്ങനെ ഉണ്ടാക്കലില്ല. നോമ്പായിട്ടൊരു 3-4 ദിവസമായിട്ട് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളി ഉണ്ടല്ലോ ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ നോമ്പ് രാവിൻ്റെ അന്ന് കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തീർന്നിട്ട് നമ്മൾ ഈ സ്നാക്സുകൾ ഉണ്ടാക്കുമ്പോഴും കറികൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇട്ട് കൊടുത്തിട്ടൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്സിയിൽ അരക്കാനൊന്നും നിൽക്കാതെ ഞാൻ കുറച്ച് ചതച്ചെടുത്താണ് കേട്ടോ. കൂടുതലുണ്ടാകുമ്പോഴേ മിക്സിയിലോട്ട് അരക്കലുള്ളൂ. അപ്പോൾ ഇതാ മൈദയിൽ കുറച്ച് ഉപ്പും വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് കുഴച്ചെടുത്തത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുത്താണ്. അപ്പം ഇന്ന് ഇറച്ചിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. ബീഫ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ചെടുത്തുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ അതിക്ക് സവാള 2 സവാള ഒക്കെ എടുത്തുകൊണ്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇരുന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണം. നിൽക്കുമ്പോൾ എന്തോ കാലൊക്കെ കുഴഞ്ഞ് പോകണമായിരുന്നു. നോമ്പ് ലാസ്റ്റ് ആകുമ്പോൾ നല്ല ക്ഷീണമുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കടികൾ വേണ്ടാന്ന് വിചാരിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഇവിടെയൊക്കെ നോമ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. അങ്ങനത്തെ എണ്ണക്കടികളൊന്നും കുട്ടികൾക്കൊന്നും ഇല്ലാതാണെങ്കിൽ പറ്റില്ല. അപ്പോൾ അവരുള്ള ദിവസം കുറച്ച് എന്തെങ്കിലും ഒരു ഐറ്റമായിട്ട് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പം ഞാനിന്ന് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബീഫുള്ള കാരണം അതിന് കുറച്ചെടുത്ത് കണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചുണ്ടല്ലോ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം സവാള ഉണ്ടല്ലോ ചെറിയ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്നും ഇങ്ങോട്ട് വാട്ടിയെടുത്തിക്കണേ. കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ട് വാട്ടിയിട്ടുണ്ടെങ്കിൽ പൊടികളായിട്ട് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഇട്ടെടുത്തിട്ടുള്ളൂ. ചിക്കൻ മസാല അല്ല, ഗരം മസാല കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഫാണുള്ളത്. അപ്പോൾ ഞാൻ ബീഫ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്നും ഇങ്ങോട്ട് കറക്കിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കറക്കം കൂടിപ്പോയി. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്നും ഇതായിട്ട് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ ബീഫ് വെക്കുന്ന സമയത്ത് കുറേശ്ശെ പൊടികളൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അങ്ങനെ അധികം മല്ലിപ്പൊടിയും കൂടി മല്ലിപ്പൊടിയല്ല മല്ലിയിലയും കൂടി ഇട്ടെടുത്തുകൊണ്ട് നമ്മളിതാ ഇളക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടല്ലോ ആദ്യം മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരേ ഉരുളാക്കി വെച്ച് ചെയ്യുന്നുട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ കൊണ്ട് പ്രസ്സും അമർത്തിക്കാണ്ട് ഇതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രസ്സും അമർത്തി നോക്കുമ്പോൾ കൊണ്ട് പരകണില്ല കേട്ടോ. ഡബ്ബർ പോലെ നീണ്ട് കാണ്ടിരിക്കുമല്ലോ മൈദപ്പൊടി. അപ്പോൾ ഞാൻ കോയിൽ വെച്ചുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഉണ്ടാക്കിയെടുത്താൽ ഒന്നും കൂടി നന്നാവും കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ചെറുതായിട്ട് തന്നെ അങ്ങനെ നിൽക്കുകയാണ്. മാവ് അത്യാവശ്യം ഇങ്ങനെ കട്ടിണ്ടാവുമ്പോൾ കഴിക്കാനും ഒരു രുചി ഉണ്ടാവില്ല. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം ഇതൊന്നും ഇങ്ങനെ പരത്തി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മസാലയ്ക്കും കൂടുതൽ പൊടികളൊന്നും ചേർത്ത് കൊടുക്കരുത്, ഒക്കെ കുറേശ്ശെ കേട്ടോ. പിന്നെ എന്ത് പൊടികളും കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്നാക്സ് കഴിക്കുന്ന സമയത്ത് ഒരു രുചി ഉണ്ടാവില്ല. ഇനി ഒരേ പത്തിരിക്കും ഇങ്ങനെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. 4 ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ട് അതിന് മുകളിലൊന്നും കൂടി ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ദോശ ഇങ്ങനെ ചുട്ടെടുത്തുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ദോശ ചുട്ടെടുക്കുന്നതിനെക്കാട്ടി ഇതുപോലെ പത്തിരി പരത്തി ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഒന്നും കൂടി ഷാറെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതാ 4 ഭാഗത്തും ഇങ്ങനെ ഫില്ലിങ് വെച്ചെടുത്തുകൊണ്ട് ഒന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കത്തി കൊണ്ട്. പിന്നെ അത് അതിൻ്റെ വക്കുകളുണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ കൂടെ ഒക്കെ ഇത് പോവും, മസാല പോവും. അപ്പോൾ അതൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പല്ലം പോലെ അവിടെ നിൽക്കൂട്ടോ. അതിൽ പശമൊന്നും വേണമെന്നില്ല. അപ്പോൾ ഈ നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ചുറ്റുഭാഗവും പോലെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടും കൂടി നന്നായിട്ട് ഒട്ടി കിട്ടുകയും ചെയ്യും. അപ്പോൾ കണ്ടില്ല, ഒന്നിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിക്കാണ്ട് അത്യാവശ്യം ഈ പത്തിരി കട്ടില്ല കേട്ടോ. നന്നായി നൈസാക്കിയിട്ടൊന്നും പരത്തേണ്ട ആവശ്യമില്ല. എന്നാലും അത്യാവശ്യം നൈസാക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നടുവിലും വിരൽ വെച്ചിട്ടൊന്നും കണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സ്ഥലത്തൊക്കെ. പിന്നെ ഒന്നും കൂടി അവിടെ ഒന്നും കൂടി ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലേതും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആ പാൻ തന്നെ ഞാൻ എല്ലാം എടുത്തിട്ട് ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നു. നമുക്ക് സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ മസാല ഒക്കെ ഉണ്ടാക്കി വെക്കണതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോയതിൻ്റെ ശേഷം എടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ ചൂടാക്കുക ഒന്നും ചെയ്യരുത്. അപ്പോൾ അതൊക്കെ കണ്ട് പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ ചെറിയതാക്കിയിട്ടല്ലേ പൊരിച്ചിട്ടുള്ളത്. ഇനി നമുക്കൊന്നൊരു സ്പെഷ്യലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ കിട്ടാതായി പോകുന്നുണ്ട്. ഈ നോമ്പായ കാരണം ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോ അല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഒരു സമയത്ത് നമ്മൾ ഈ വീഡിയോ കാണും ചെയ്യാമല്ലോ. അപ്പോൾ എന്താ നമ്മൾ ചട്ടിയൊക്കെ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവ അതിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതുണ്ടല്ലോ, അപ്പോൾ
പരക്കണക്കാട്ടി എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇട്ടാലാണ് ഒന്നും കൂടി നല്ലത് കേട്ടോ. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുക. അപ്പോൾ ഞാൻ അമ്മിക്കല്ലിൽ കുത്തിയെടുക്കാതെ തന്നെ പാത്രത്തിൽ വെച്ചിട്ടാണ് ചതച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ആ അമ്മിക്കല്ലിലാവുമ്പോൾ ഇങ്ങനെ അതിൻ്റെ എന്താ പറയുക പൊടികളിങ്ങനെ പെടുന്നൊക്കെ തോന്നും കേട്ടോ, കരിങ്കല്ലിൻ്റെ പൊടികൾ. പിന്നെ ഞാൻ പാത്രത്തിൽ വെച്ചിട്ട് ചതച്ചെടുത്ത് പിന്നെ ഇതിലേക്ക് 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് സവാള ഒന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ, കല്ലുമ്മക്കായാണ് കേട്ടോ. കല്ലുമ്മക്കായ തോടോട് കൂടി കൊടുന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് സ്നാക്സ് ആക്കിയിട്ട് മാവൊക്കെ നിറച്ചിട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിർപ്പത്തിൽ കൊടുന്നതാണ് കേട്ടോ, കുട്ടികൾക്ക് പൂതി പറഞ്ഞിട്ട് കൊടുന്നത് ഇന്ന്. അപ്പോൾ പിന്നെ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല രസമുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ കുറേ മുമ്പ് ഒന്ന് ഉണ്ടാക്കിയതാണ്, എരുന്ത് കക്കന് അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാനൊരു പൂതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പിന്നെ ദോശയാണ് ഉണ്ടാക്കുന്നത്, ഉഴുന്ന് ദോശ ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ദോശയൊക്കെ ഇനിയിപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചമ്മന്തി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടവും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഞാനിതാ തരി കാച്ചാൻ വേണ്ടിയിട്ട് മറ്റേ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പാൽപ്പൊടി ഇട്ട് കലക്കി കൊണ്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പാല് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് എന്താണെങ്കിലും വേണ്ടില്ല, കുറച്ച് തരി നോമ്പറക്കണ സമയത്ത് കിട്ടിയാലോ കേട്ടോ എനിക്ക് സമാധാനമാവുള്ളൂ. അപ്പോൾ ഒരു 4-5 ഗ്ലാസ് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലും വേണ്ടെങ്കിൽ അപ്പോൾ അവരതൊക്കെ ഞാൻ തന്നെ കുടിക്കൂട്ടോ. എനിക്ക് ഇനിയിപ്പോൾ എത്ര കിട്ടിയാലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും വെക്കൂല, പാകത്തിന് തന്നെ വെക്കുള്ളൂ. അപ്പോൾ ബാക്കിയുണ്ടെങ്കിലൊക്കെ ഞാൻ തന്നെ കുടിച്ച് തീർക്കൂലേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്നിങ്ങനെ ഉണ്ട് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തരി കാച്ചുന്നത് ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെയായിട്ട് ഉണ്ടാക്കുക, പാലും വെള്ളവും മിക്സ് ആക്കിയിട്ടാണ് വെച്ചെടുക്കും. എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് തന്നെ റവ ഇട്ട് കൊടുക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സേമിയയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ രണ്ടും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ഇങ്ങനെ ഉണ്ട് വെള്ളം ഇതും കൂടി ഉണ്ട് സമയത്ത് തരി വെന്ത് വരുന്ന സമയത്ത് ഓഫാക്കുക. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വന്നതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും. ഇപ്പോൾ ഈ തരി കാച്ചൊന്നും പലരും പല രൂപത്തിൽ തന്നെ ഉണ്ടാക്കല്ലേ. അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് തോമിച്ച് പിന്നെ അതിൽ കുറച്ച് റവയും സേമിയയും കൂടി വറുത്തുക്കാണ്ട് പിന്നെ അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. തിളച്ച് വരുന്ന സമയത്ത് ഇതിട്ട് കൊടുക്കുക, റവ ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. പല രൂപത്തിലൊക്കെ എങ്ങനെ ഉണ്ടാക്കിയാലും തരി കാച്ചിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോമ്പറക്കണ സമയത്ത് കേട്ടോ. ഒരു ഗ്ലാസ് കിട്ടുന്നത് ഭയങ്കര തൃപ്തിയാണ്. പിന്നെ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ട് ഒന്ന് കയ്യിലോണ്ടൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം അതാ ലേശം വെള്ളം കൂടുതലാവരുത്, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തു. അപ്പം ഞാൻ നേരം വൈകി അടുക്കളയ്ക്ക് വന്നാലും ചെയ്യേണ്ട പണികൾ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ കണ്ടിട്ടാണ് കേട്ടോ ചെയ്യുക. എന്നാലേ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് ഒരുങ്ങുള്ളൂ. അപ്പോൾ കണ്ടില്ലേ നമ്മളെ കല്ലുമ്മക്കായ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നന്നായി കഴുകിയെടുത്ത് പിന്നെ ഇതിലുണ്ടല്ലോ ഇതിൻ്റെ ഒരു കാട്ടായിട്ട് ഇങ്ങനെ ഒരു കറുപ്പ് കളറ് അതൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആര് പോലത്തെ ഒരു ഇതുണ്ട് അതൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതൊക്കെ ക്ലീനാക്കി ഷാറാക്കിയിട്ട് നമ്മളെടുത്ത് വെച്ചതാണ്. അപ്പോൾ അതാ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കറി കാണാൻ തന്നെ നല്ല ഷാറുണ്ട് കേട്ടോ. ഗ്രേവി പോലെ ആക്കിയിട്ട് ഇത് നല്ലൊരു ചുവപ്പ് കളറുണ്ട്. അപ്പോൾ ഈ മുളക് പൊടിൻ്റെ പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ അടുപ്പ് ഇങ്ങനെ കഴിഞ്ഞ ഭാഗത്തന്നെ ഓരോന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. ഞാൻ അങ്ങനെയാണ് അസർക്ക് വന്നാലും എളുപ്പം അടുപ്പത്തെ പണിയൊക്കെ തീർക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഇറച്ചിപ്പത്തിരി ആണല്ലോ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഈ ദോശയൊക്കെ ആകുമ്പോൾ നേരം വൈകിട്ടിട്ട് വരിക. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതാ ദോശ ഞാൻ കുറച്ച് ചുട്ട് വെച്ചിട്ടാണ്. പിന്നെ നോമ്പറന്നേക്ക് ചിലപ്പോൾ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരമായിന്ന്. അപ്പോൾ ഞാൻ എൻ്റെ മോനക്ക് ഇങ്ങനെ മുരിയർത്തതല്ലാതെ കുഴഞ്ഞത് ഇഷ്ടമുള്ള ആളുണ്ട് കേട്ടോ. പിന്നെ ഇനി ഒന്ന് മോനക്ക് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിങ്ങാണ്ട് അതിക്ക് ഇങ്ങനെ നാലെണ്ണം ചുട്ട് വെച്ചിട്ടോ. പിന്നെ ബാക്കി ചുട്ടിട്ടുണ്ടായിരുന്നില്ല, ബാക്കി ഞങ്ങൾ കഴിക്കാൻ നേരത്തെ ചുടുള്ളൂ കേട്ടോ. പിന്നെ ശസ്കര കഴിഞ്ഞാണ്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒരു തണ്ണിമത്തൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു, അതും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കക്കരിക്ക ഉണ്ടായിരുന്നു, അതും ഈത്തപ്പഴമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇറച്ചിപ്പത്തിരി ഈ തരി കാച്ചിയതും അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ വേറെ വെള്ളം കലക്കണ അങ്ങനെ ചെയ്യുന്നില്ല. ഈ നേരങ്ങളിലായാലും ഇങ്ങനെ മധുരം ഉള്ളതല്ലേ. അപ്പോൾ അതൊക്കെ കൂടെ ഇങ്ങനെ കുടിച്ച് കയറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് അതും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം കുടിച്ചോളും. അതന്നെ ഞാൻ ഐസൊന്നും ഇടലില്ല കേട്ടോ വെള്ളത്തിൽ. അപ്പോൾ അതൊക്കെ ഈ നോമ്പറക്കണ സമയത്ത് കേടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്ക് ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. അൽഹംദുലില്ലാ ഉള്ളതുകൊണ്ട് ഓണം പോലെ അല്ലേ. അപ്പോൾ ഇത്ര ഇല്ലാത്തവരില്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ. കുട്ടികളോടാണെങ്കിൽ നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ട എന്താണ് ഇത്രയും കിട്ടാത്തവരുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക.
അപ്പോൾ ഇതാ എന്നും പിന്നെ നമുക്ക് ഒരേപോലെ ആവില്ല, ചില ദിവസം കൂടുതലുണ്ടാവും, ചില ദിവസം എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവും, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം ഇനി നമ്മളിതൊക്കെ എടുക്കാൻ നേരത്ത് നമ്മൾ ചൂടോടുക്കുന്ന ദോശയൊക്കെ ചുട്ടിക്കൊണ്ട് നമ്മളിതാ എന്താ പറയുക കല്ലുമ്മക്കായി കൂട്ടിയിട്ട് കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.